ഹായ് ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വേണമെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന് പറയാൻ പറ്റും. കാരണം അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രോജക്റ്റിനെ കുറിച്ചാണ് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞു. നമ്മുടെ സംസ്ഥാനത്ത് നിലനിൽക്കുന്ന ഈ ഒരു പ്രോജക്റ്റിനെ കുറിച്ച് ഞാൻ ഇന്നാണ് അറിയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സ്ത്രീക്കെങ്കിലും അത് ഉപകാരപ്പെട്ടാൽ അത്രയും നല്ലതെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നതെന്ന് പറയുന്നത്. അതായത് ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് മറ്റും ഒരുപാട് പീഡനങ്ങൾ അനുഭവിച്ചുകൊണ്ട് രാത്രികാലങ്ങളിൽ ഇറക്കി വിടുന്നതിൻ്റെ ഫലമായിട്ട് ഇനി എങ്ങോട്ട് പോകണമെന്ന് അറിയാതെ നിൽക്കുന്ന ചില സ്ത്രീകളെ കുറിച്ചുള്ള വാർത്തകളൊക്കെ ഈയിടെയായിട്ട് നിരവധിയായിട്ട് വരുന്നുണ്ട്. അതിലപ്പുറത്തേക്ക് സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ തിക്താനുഭവങ്ങൾ സ്വന്തം അച്ഛനിൽ നിന്നോ സഹോദരന്മാരിൽ നിന്നോ അതിന് അമ്മയിൽ നിന്ന് പോലും അനുഭവിച്ചിട്ട് എങ്ങോട്ട് പോകണം, ആരോട് പറയണം, ആരെനിക്ക് സഹായം തരും എന്ന് പോലും അറിയാതെ കഴിയുന്ന നിരവധി പെൺകുട്ടികളെ കുറിച്ചുള്ള വാർത്തകളും ഈയിടെയായിട്ട് കണ്ണിൽ പെടുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണിതെന്ന് പറയുന്നത്. അതായത് കുടുംബശ്രീയുടെ കീഴിലുള്ള സ്നേഹിത ഹോം കെയർ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം. ഇത് എല്ലാ ജില്ലയിലും അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണ്. ഈ പ്രോജക്റ്റിന്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 24 മണിക്കൂറും കിട്ടുന്ന ഒരു ടോൾ ഫ്രീ നമ്പർ, മൊബൈൽ നമ്പറൊക്കെ ഇതിൽ ലഭ്യമാണ്. അതായത് നമുക്ക് തന്നെ ഊഹിക്കാൻ പറ്റുമല്ലോ, ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു ഹർത്താളോ മറ്റോ വന്നു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ കാണാറുണ്ടല്ലോ, അപ്രതീക്ഷിതമായിട്ടായിരിക്കും പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവർ ഇവിടെയുള്ള സ്ഥലങ്ങളിൽ ചിലപ്പോൾ ഹർത്താലാണെന്നോ മറ്റോ അറിയപ്പെടുന്നത്, പാതിരാത്രി ആയിരിക്കും വന്നിറങ്ങുന്നത്. അപ്പോൾ ഇനി എങ്ങോട്ട് പോകണമെന്ന് അറിയാതെ നിൽക്കുന്ന ഒരുപാട് സ്ത്രീകൾ കാണും. ഇന്നത്തെ കാലത്ത് അവരൊന്നും സുരക്ഷിതരായിരിക്കില്ല. അപ്പം അതിനൊക്കെ പറ്റുന്ന തരത്തിലാണ് ഈ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ ആ ഹോം കെയറിലേക്ക് നിങ്ങൾക്ക് എത്തപ്പെടാൻ കഴിയുന്നതാണത്. ആർക്കായാലും ഈ പറയുന്ന കണക്ക് ഇനി കുഞ്ഞു കുട്ടികൾ, അതായത് പെൺകുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവരെയും അത്രയും വലിയ ഘട്ടത്തിലാണെന്നുണ്ടെങ്കിൽ അവരെയും കൂട്ടിക്കൊണ്ട് ഈ ഒരു സ്നേഹിതയിലേക്ക് പോകാൻ കഴിയും. അതിലപ്പുറത്തേക്ക് നിങ്ങളുടെ കൂടെ ഉള്ളതിന് ആൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ 10 വയസ്സിൽ താഴെയുള്ള ആൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ അവരെയും ഈ ഹോം കെയറിലേക്ക് കൊണ്ടുപോകാൻ കഴിയും. ഇനി നമുക്കറിയാം, പെട്ടെന്നൊരുണ്ട് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു സംഭവം, ഭർത്താവ് ഇറക്കി വിടുന്നു, അല്ലെങ്കിൽ ഭർത്താവിന്റെ വീട്ടുകാർ ഇറക്കി വിടുന്നു, അല്ലെങ്കിൽ സ്വന്തം വീട്ടിൽ നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം ആവുന്ന സമയത്ത് നമ്മൾ മാനസികമായിട്ട് അത് പൊരുത്തപ്പെടാൻ വേണ്ടി നമുക്ക് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് സമാധാനത്തോടെ ഇരിക്കേണ്ട ഒരു അവസ്ഥ, അതാണ് നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ. ഇനി എങ്ങോട്ട്, ആരോട്, ചിലപ്പോൾ ബന്ധുജനങ്ങളുടെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ പോലും കുറ്റപ്പെടുത്തലുകളും കളിയാക്കലും ആയിരിക്കും അനുഭവിക്കേണ്ടി വരുന്നതെന്ന് കരുതി അതുപോലും ആരോടും പറയാൻ ഇഷ്ടപ്പെടാതെ നിൽക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മൾ പറയത്തില്ല, ഏറ്റവും അടുത്ത ബന്ധുക്കളിൽ നിന്ന് സഹായം കിട്ടാത്ത സമയത്ത് അന്യരായിട്ടുള്ള ആൾക്കാർ ഒരുപാട് പക്ഷെ നമ്മുടെ വാക്കും അല്ലെങ്കിൽ നമ്മുടെ മാനസികാവസ്ഥയെ മനസ്സിലാക്കുന്ന, നമ്മളെ സഹായിക്കുന്ന തരത്തിലേക്ക് എത്തും എന്ന് പറയത്തില്ലേ, അത് തന്നെയാണ് ബെറ്റർ എന്ന് പറയുന്നത് പലപ്പോഴും പലർക്കും എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഷെൽട്ടറിലേക്ക് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ 4-5 ദിവസം വരെ അവിടെ കഴിയാൻ പറ്റുന്നതാണ്. ഈ ഭക്ഷണമായാലും വസ്ത്രമായാലും ഒക്കെ നിങ്ങൾക്ക് ആവശ്യമുള്ളത് അവിടെ ആ ദിവസങ്ങളിൽ ലഭ്യമായിട്ടുള്ളതാണ്. അതിലപ്പുറത്തേക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ഫ്രീ ആയി മാറുക, നിങ്ങളുടെ മൈൻഡ് ഒന്ന് ഓക്കെ ആയി മാറുക. അതിനുശേഷം നിങ്ങൾക്ക് വേണ്ടിയുള്ള ഏത് തരത്തിലുള്ള ലീഗൽ സപ്പോർട്ടും അവിടെ നിന്ന് അവരുടെ സഹായത്താൽ ലഭ്യമാകുന്നതാണ്. പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഇനി കേസ് നടപടിയായിട്ടുള്ള മറ്റു കാര്യങ്ങളാണെങ്കിലും അതിനും അവർ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും അവിടെ നിന്നുകൊണ്ട്. അതിലപ്പുറത്തേക്ക് നിങ്ങൾക്കിനി പ്രത്യേക സാഹചര്യത്തിൽ ഒരുപാട് വിഷമത്തിന്റെ അവസ്ഥയിലേക്ക് കടക്കുന്നതാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ മാനസികാവസ്ഥ കുഴപ്പത്തിലായിരിക്കുന്ന സമയത്താണെങ്കിൽ, നിങ്ങൾക്കൊരു കൗൺസിലിംഗ് അനിവാര്യമാണെന്ന് തോന്നുകയാണെങ്കിൽ, നിങ്ങൾക്ക് തന്നെ സ്വയം തോന്നുകയാണെങ്കിലും, ഇനി നിങ്ങളുടെ സ്വാഭാവികമായിട്ടും അത്തരത്തിലൊരു ഒരു പ്രതീതിയാണ് അവർക്ക് തോന്നുന്നതെങ്കിലും അത്തരത്തിലുള്ള ഒരു സൗകര്യം കൂടി ആ സ്ഥലത്ത് നിന്ന് ഈ സ്നേഹിത ഹോം കെയറിൽ നിന്ന് ലഭ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം ഇതിനകത്ത് ഞാൻ പറഞ്ഞൊരു നമ്പർ ഉണ്ടല്ലോ, അത് ഞാനിവിടെ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ആവശ്യമുള്ള നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ, ഇനി നമുക്ക് തന്നെ ആവശ്യം വരണമെന്നില്ല, നമ്മുടെ ജീവിതമാണ്, എങ്ങനെയാവും എന്താവും എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. എപ്പോഴും ഈ പറയുന്ന കണക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും സംഭവ്യമായിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു നമ്മുടെ ജീവിതത്തിൽ എന്ന് പറഞ്ഞത്. അതിന് ഏത് സാഹചര്യത്തിലായി കഴിഞ്ഞാലും ഇനി നമുക്കത് ഉപകാരപ്പെട്ടില്ലെങ്കിൽ മേ ബി ചിലപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ നമ്മൾ വഴിയിൽ വെച്ച് കാണപ്പെടുന്ന ഏതെങ്കിലും പെൺകുട്ടികളോ ഏതെങ്കിലും അമ്മമാരോ ആർക്കെങ്കിലും ഇതൊന്നും ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ അത്രയും നല്ലതാണ്. നമുക്കൊന്നുമില്ലെങ്കിൽ ഈ നമ്പർ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊന്ന് ഷെയർ ചെയ്തിരുന്നാൽ അവർക്ക് ഒരു ഷെൽട്ടർ ആവും. ഒരു 3-4 ദിവസത്തേക്കായാലും അവർക്ക് വേണ്ടുള്ള ലീഗൽ നടപടികളായാലും. കാരണം പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒരു സ്ത്രീക്ക്, ഒരു പെൺകുട്ടിക്ക് ഒരു പാതിരാത്രിയിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി വിടുന്ന സമയത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് പോയി അവരോട് സഹായം ചോദിക്കുക, അതിനൊന്നും പ്രാപ്തിയുള്ള, അതല്ലെന്നുണ്ടെങ്കിൽ അത്രയും മനസ്സിനൊരു ധൈര്യമുള്ള പെൺകുട്ടികളാവണം എന്നില്ല നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനൊരു സ്ഥലത്ത് എത്തപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ വഴിയായിട്ട് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് തങ്ങൾക്ക് ആരെങ്കിലുമൊക്കെ ഉണ്ട് എന്നൊരു തോന്നലെങ്കിലും അവർക്കുളവാകുമല്ലോ. അപ്പം അത്രയും ഒരു കരുത്ത് അവർക്ക് ലഭിക്കും. അങ്ങനെ ഒരുപാട് സാഹചര്യങ്ങൾ. അതിലപ്പുറത്തേക്ക് ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങപ്പെടുന്ന സമയത്ത് ഈ ഒരു ലഹരി
അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഉപയോഗം കൂടി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇനി വീട്ടിൽ നിന്നായാലും ഈ പറഞ്ഞ ഭർത്തൃ വീട്ടിൽ നിന്നായാലും ഇത്തരത്തിൽ ഇറക്കപ്പെടുകയോ മറ്റും ചെയ്യുന്ന സ്ത്രീകൾ എവിടെയെങ്കിലും ഒറ്റപ്പെട്ടു പോയി കഴിഞ്ഞാൽ അവരുടെ ഭാവി അല്ലെങ്കിൽ അവരുടെ അവസ്ഥ എന്ന് പറയുന്നത് ഏത് തരത്തിൽ ഇതുപോലെ ലഹരി മരുന്ന് ഉപയോഗിക്കുന്ന ആൾക്കാരുടെ കയ്യിൽ പെട്ട് കഴിഞ്ഞാൽ അതും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനൊരു ഷെൽട്ടർ ഹോം എന്ന് പറയുന്നത് എന്തുകൊണ്ടും സ്ത്രീകൾക്ക് ഒരുപാട് ഗുണം ചെയ്യുന്ന ഒന്ന് തന്നെയാണ്. ഇത് നമ്മുടെ സർക്കാരിന്റെ പരിപാടി തന്നെയാണ്. ഒരുപാട് കാര്യങ്ങൾ, കാരണം ഇനി ഏത് തരത്തിലുള്ള കാര്യങ്ങളെന്ന് കഴിഞ്ഞാൽ നമ്മുടെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന്, നമ്മുടെ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ഉണ്ടാകുന്ന സമയത്ത് അതിന് കൂടുതൽ ഈ പറയുന്ന എൻകറേജ് ചെയ്യുക, അതിലപ്പുറത്തേക്ക് നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക, ഇത് കൂടുതൽ ഷെയർ ചെയ്യുക, അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആ പ്രോജക്റ്റ് നല്ല രീതിക്ക് മുന്നോട്ട് പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ള പ്രോജക്റ്റുകൾ തന്നെയാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെക്കേണ്ടത്. നമ്മുടെ സംസ്ഥാനത്തിന് ഏറ്റവും കൂടുതൽ അനിവാര്യമായിട്ടുള്ള പ്രോജക്റ്റുകൾ തന്നെയാണ് ഇതെന്ന് പറയുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും ഈ പ്രോജക്റ്റിനെ കുറിച്ച് അറിയാത്ത ആൾക്കാർ എൻ്റെ വീഡിയോ ഷെയർ ചെയ്തില്ലെങ്കിലും ഇത് സംസാരിച്ചുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും വീഡിയോ ഷെയർ ചെയ്താൽ തന്നെ ഒരുപാട് ആൾക്കാർക്ക് ഇത് ചിലപ്പോൾ ഗുണപ്പെട്ടു എന്ന് വിചാരിക്കാം. അല്ലെങ്കിൽ അതുകൊണ്ട് രക്ഷപ്പെടുന്ന ഏതെങ്കിലും സ്ത്രീകളോ പെൺകുട്ടികളോ ഒക്കെ ഉണ്ടായെന്ന് വരാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങളോ സ്വയമായി ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിലോ, അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ഈ പറഞ്ഞ സ്ക്രീൻഷോട്ട് പോലെ കാര്യങ്ങളൊക്കെ ഗൂഗിളിലും മറ്റു ചെയ്യുമ്പോൾ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതുവഴിയായാലും ഏതെങ്കിലും തരത്തിലായാലും മാക്സിമം ഷെയർ ചെയ്യാൻ ചെയ്യുക. കാരണം ഇത്തരത്തിലുള്ള പ്രോജക്റ്റുകൾ ഉണ്ടെന്ന് അറിവുള്ള ആൾക്കാർ അല്ലെങ്കിൽ അറിയാവുന്ന ആൾക്കാർ എത്ര പേര് നമ്മുടെ ഇടയിൽ ഉണ്ടെന്നുള്ളത് നമുക്ക് പോലും അറിയാത്തൊരു കാര്യമാണല്ലോ.